അഞ്ചാം ക്ലാസ്സിലെ ആരോഗ്യ കായിക വിദ്യാഭ്യാസം, കലാവിദ്യാഭ്യാസം, തൊഴിൽ ഉത്ഗ്രഥിത വിദ്യാഭ്യാസം എന്നീ പരീക്ഷകളുടെ ഇംഗ്ലീഷ് മീഡിയം, മലയാളം മീഡിയം ചോദ്യപേപ്പർ പരിശോധിക്കാം. ഇത് 2024-25 വർഷം ചോദിച്ച ചോദ്യങ്ങളാണ്. Seventh question, write a short note on the benefits you get from a good sleep. ഒരു ഗുഡ് സ്ലീപ്പ്, നന്നായി ഉറങ്ങുന്നതുകൊണ്ടുള്ള ബെനിഫിറ്റ് എന്തൊക്കെയാണെന്നാണ്. എട്ടാമത്തെ ചോദ്യം, ചേരുംപടി ചേർക്കാൻ. ക്വസ്റ്റ്യൻ നമ്പർ 8, മാച്ച് ദ ഫോളോയിങ്. അവിടെ 2 ബോക്സ് കൊടുത്തിട്ടുണ്ട്. ഒന്നാമത്തെ ബോക്സിലുള്ള എൻഗേജ് ഇൻ ഗെയിംസ്, കളികളിൽ ഏർപ്പെടുന്നു. ബ്രഷിംഗ് ടീത്ത്, പല്ല് തേക്കുന്നു. ഈറ്റിംഗ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ്, പച്ചക്കറികളും പഴങ്ങളും കഴിക്കുന്നു. സൗണ്ട് സ്ലീപ്പ്, നന്നായി ഉറങ്ങുന്നു. ഇതിന് ചേരുന്നത് മറുവശത്തുള്ള കോളത്തിലെ ആ ശരിയായിട്ടുള്ളവ തിരഞ്ഞെടുത്ത് ആൻസർ പേപ്പറിൽ എഴുതണം. നമ്പർ 9, വാട്ട് ആർ ദ ബെനിഫിറ്റ്സ് ഓഫ് ഡൂയിങ് താഡാസന? What should be done to attain recovery after physical exercise? ഏതെങ്കിലും ഒരു കായിക അധ്വാനം, ഫിസിക്കൽ എക്സർസൈസ് എന്ന് പറഞ്ഞാൽ വ്യായാമം മാത്രമല്ല കായികാധ്വാനവുമാവാം. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ട കൂളിംഗ് ഡൗൺ ആക്ടിവിറ്റീസ് എഴുതുക. റൈറ്റ് എ നോട്ട് ഓൺ ഗുഡ് ഫുഡ് ഹാബിറ്റ്സ്. നല്ല ഫുഡ് ഹാബിറ്റ്സിനെ കുറിച്ചൊരു കുറിപ്പ് തയ്യാറാക്കുക. എക്സ്പ്ലെയിൻ ദ ബെനിഫിറ്റ്സ് ഓഫ് പാർട്ടിസിപ്പേറ്റിംഗ് ഇൻ ഗെയിംസ്. ഒറ്റയ്ക്കോ കൂട്ടായോ ഉള്ള കളികളിൽ പങ്കെടുക്കുന്നതുകൊണ്ട് നമുക്കുണ്ടാകുന്ന ഗുണങ്ങൾ എഴുതുക. ഇനി നമുക്ക് കലാവിദ്യാഭ്യാസത്തിന്റെ ചോദ്യപേപ്പർ നോക്കാം. റൈറ്റ് 2 പ്രസന്റേഷൻ വേരിയൻസ് ഓഫ് കോൽക്കളി. കോൽക്കളിയുടെ 2 വേരിയൻസ്, വിഭാഗങ്ങൾ ഏതൊക്കെ? കുട്ടനാടൻ പുഞ്ചയിലെ ഡാഷ്, കൊച്ചു പെണ്ണെ കുയിലാളി. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് വിത്ത് ദ കറക്റ്റ് വായ്ത്താരി. അതിനിടയിൽ വേണ്ട വായ്ത്താരികൾ ഏതൊക്കെയാണെന്നാണ് ചോദിക്കുന്നത്. എട്ടാമത്തെ ചോദ്യം, എഡ്മണ്ട് തോമസ് ക്ലിന്റ് എന്ന ചിത്രകാരനെ കുറിച്ച് ഒരു കുറിപ്പ് എഴുതുക. റൈറ്റ് എ നോട്ട് ഓൺ ദ ആർട്ടിസ്റ്റ് എഡ്മണ്ട് തോമസ് ക്ലിന്റ്.
പക്ഷിയായി സങ്കല്പിച്ച് ആകാശത്ത് പറന്നപ്പോൾ നിങ്ങൾ താഴെ കണ്ട രണ്ട് ദൃശ്യങ്ങൾ എഴുതുക. അത് നമുക്ക് പാഠപുസ്തകത്തിൽ പഠിക്കാനുള്ള ഒരു പ്രവർത്തനമായിരുന്നു. ഇമാജിൻ ആൻഡ് റൈറ്റ് എനി ടു സൈറ്റ്സ് ദാറ്റ് യു സീ ബിലോ വെൻ യു ഫ്ലൂ അപ്പ് ആസ് എ ബേർഡ്. പത്താമത്തെ ചോദ്യം, ഫ്ലിപ്പ് ബുക്ക് എന്നാൽ എന്ത്? വാട്ട് ഈസ് എ ഫ്ലിപ്പ് ബുക്ക്? ആൻസർ കൊടുത്തിട്ടുണ്ട്. Observe the picture given below and write the preparations needed to present it as a tableau in the class. Write any 5. അതായത് ഈ ദൃശ്യത്തിലുള്ള ക്യാരക്ടേഴ്സ്, സാധനങ്ങൾ, അവരുടെ ആക്ഷൻ, അതായത് കൈയുടെ കാലിൻ്റെ ഒക്കെ ചലനം എന്തിനെ സൂചിപ്പിക്കുന്നു, ഈ വക കാര്യങ്ങളൊക്കെയാണ് നമ്മൾ എഴുതേണ്ടത്. ഗിവൺ ബിലോ ആർ 5 pages ഓഫ് എ ഫ്ലിപ്പ് ബുക്ക്. താഴെ കൊടുത്തിരിക്കുന്ന ഒരു ഫ്ലിപ്പ് ബുക്കിലെ 5 പേജുകളാണ്. ഫിൽ ഇൻ ദ 2 blank pages ആൻഡ് ഡ്രോയിങ് ദ പിക്ചർ. അവിടെ ആ 2 പേജുകളിൽ ചിത്രങ്ങളൊന്നും കൊടുത്തിട്ടില്ല. അവിടെ വരേണ്ട ചിത്രങ്ങൾ എന്തായിരിക്കും അത് നമ്മളോട് ഉത്തരക്കടലാസിൽ വരയ്ക്കാനാണ് പറയുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 13 നോക്കാം. കേരളത്തിലെ നാടൻ കലാരൂപങ്ങളുടെ ചിത്രങ്ങളാണ് ചുവടെ നൽകിയിരിക്കുന്നത്. കലാരൂപങ്ങളുടെ പേരെഴുതുക. ABCDE 5 കലാരൂപങ്ങളുടെ പേര് നമ്മൾ അവിടെ എഴുതിയിട്ടുണ്ട്. വായിച്ചു നോക്കുക. The pictures of some folk art forms of Kerala are given below. Write the names of these art forms. 14 അനുയോജ്യമായവ ചേർത്തെഴുതുക. അവിടെ AB എന്നുള്ള 2 കോളമുണ്ട്, അത് ചേരുമ്പടി ചേർക്കുക. ക്വസ്റ്റ്യൻ നമ്പർ 14, മാച്ച് ദ ഫോളോയിങ്. അവിടെ കോളം എയും ബിയും ഉണ്ട്. കോളം എയിൽ വായ്ത്താരി, കളകള സൗണ്ട്, മുടിയാട്ടം, റിച്വൽ ആർട്ട് ഫോം, നോൺ സൂത്തിങ് സൗണ്ട്. ഇതിന് ചേരുന്നത് കോളം ബിയിൽ നിന്ന് തിരഞ്ഞെടുത്തെഴുതുക. 15 വ്യത്യസ്തമായ പൂക്കൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു പൂന്തോട്ടം വരച്ച് നിറം നൽകി പൂർത്തീകരിക്കുക. ഡ്രോ ആൻഡ് കളർ എ ഗാർഡൻ ഹാവിംഗ് ഡിഫറെന്റ് ഫ്ലവേഴ്സ്. ഇത്രയുമാണ് കലാവിദ്യാഭ്യാസത്തിലുള്ള ചോദ്യങ്ങൾ. ഇനി നമുക്ക് തൊഴിൽ ഉദ്ഗ്രഥിത വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ നോക്കാം. ഒബ്സർവ് ദ ഗിവൺ പിക്ചേഴ്സ്. വിച്ച് എമംഗ് ദീസ് ആർ ലോക്കലി അവൈലബിൾ. അവിടെ 4 ലീവ്സ് കൊടുത്തിട്ടുണ്ട്. അതിൽ ലോക്കലി അവൈലബിൾ ആയിട്ടുള്ള ലീഫ് ഏതാണ് എന്നാണ് ചോദിക്കുന്നത്. We have studied grow bag cultivation. What are the materials we can use to make grow bags? ഗ്രോ ബാഗ് ഉണ്ടാക്കാൻ ആവശ്യമായ മെറ്റീരിയൽസ് ആണ് നമ്മളിവിടെ എഴുതേണ്ടത്. ഗ്രോ ബാഗിൽ നിറയ്ക്കുന്ന വസ്തുക്കൾ എഴുതണമെന്നില്ല. ഇത് തിരഞ്ഞെടുക്കുക. ഫുഡ് പ്ലേറ്റ്, ഇതും ചേരുമ്പടി ചേർക്കാനുള്ളതാണ്. ഫുഡ് പ്ലേറ്റ്, സമുദ്രനിരപ്പിന് താഴെ മുറികളുടെ ക്രമീകരണം, നടിയിൽ മിശ്രിതം, അതിന് ചേരുന്നത് അതിൻ്റെ നേർക്ക് തിരഞ്ഞെടുത്ത് എഴുതുക. ക്വസ്റ്റ്യൻ നമ്പർ 7, മാച്ച് ദ ഫോളോയിങ്. അവിടെ ഫുഡ് പ്ലേറ്റ് കൊടുത്തിട്ടുണ്ട്. ബിലോ ദ സീ ലെവൽ, അറേഞ്ച്മെന്റ് ഓഫ് റൂംസ്, പോട്ടിംഗ് മിക്സ്ചർ. Observe the picture carefully. What are the advantages of filling grow bags with potting mixture in this manner? അടിയിൽ ചെറിയ കല്ലുകൾ, മുകളിൽ മണ്ണ്, ഏറ്റവും മുകളിൽ കരികരയോ അല്ലെങ്കിൽ ചകിരിച്ചോറോ, ഈ രീതിയിൽ മിക്സ് ചെയ്ത് നിറയ്ക്കുന്നതുകൊണ്ടുള്ള ഗുണം എന്തൊക്കെയെന്നാണ് ചോദിക്കുന്നത്.
Observe the picture. People live in this house also. What are the reasons for building such houses? ഇത് ഇഗ്ലുവിൻ്റെ ചിത്രമാണ്. എന്തുകൊണ്ടാണ് നമ്മുടെ നാട്ടിലൊന്നും ഇഗ്ലു ഇല്ല, എന്തുകൊണ്ടാണ് ഇഗ്ലു ചില ഏരിയയിൽ മാത്രം ഉണ്ടാക്കുന്നത്? അതാണ് ഇതിൻ്റെ ഉത്തരമായിട്ട് എഴുതേണ്ടത്. The rooms in Tinu's house are given in the picture below. ടിനുവിൻ്റെ വീടിൻ്റെ ഒരു ഏകദേശ ചിത്രമാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. പ്രിപ്പയർ എ പ്ലാൻ ഓഫ് ടിനൂസ് ഹൗസ് ബൈ അറേഞ്ചിങ് ദം. ഇതൊന്ന് അറേഞ്ച് ചെയ്തിട്ട് ഒരു പ്ലാൻ ആക്കി മാറ്റണം. യു ക്യാൻ ആൾസോ ആഡ് മോർ റൂംസ് ബേസ്ഡ് ഓൺ യുവർ ലൈക്സ് ആൻഡ് ഓക്കെ, ഇത്രയുമാണ് 5ാം ക്ലാസ്സിലെ വർക്ക് എക്സ്പീരിയൻസുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.